നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശ്വരനുമായ MRCയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ വലവീശി കഴിഞ്ഞിരിക്കുന്നു. പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര. പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിയിട്ടില്ല ഓരോന്ന് പത്രത്തിൽ വരുന്നത്. അല്ല, എല്ലാരും അറിഞ്ഞ്, പോലീസൊക്കെ അറിഞ്ഞ്. നിനക്ക് തീരെ പേടിയില്ലേ? എന്താ, നിനക്ക് പേടിയുണ്ടോ? എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിന്നെ എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത്? നാട്ടിലേക്കാണ് കെട്ടിയെടുക്കരുതായിരുന്നോ? ഞാനിത് ആദ്യമായിട്ടില്ല രാമേന്ദ്ര. പിന്നെ എന്റെ സ്ഥിരം തൊഴിലല്ലേ ഇത്. എനിക്ക് പോലീസിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അവര് നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ? ഉപദ്രവിച്ചൊന്നും വരും. പക്ഷെ പോലീസ് വരുന്നതിന് മുമ്പ് MRC മുഴുവൻ പണവും മേടിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കണം. എനിക്കൊരു സമാധാനമില്ല. നമ്മൾ അവളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞേച്ചാലോ? എടാ, അവള് പോലീസിൽ വിവരം അറിയിച്ചാൽ നമ്മൾ അകത്താകലട വിട്ടി. ചെട്ടിയാര് വരും. നീ കേട്ടല്ലേ അയാൾ പറഞ്ഞേക്ക്. ഈ കൂട്ടത്തിൽ ആ ചെട്ടിയാരെയും തട്ടിക്കൊണ്ടുവരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം. കഴുതേ രാമേന്ദ്ര, ഒന്ന് ചിലക്കാരി കിട്ടി പിശാശേ. എന്റെ കൈയെല്ലാം വേദനിക്കുന്നു. കയറുകൊണ്ട് കിട്ടിയ കൈ വേദനിക്കും, അത് സാധാരണയാ. ഞാൻ വിളിച്ചു പോകും പറഞ്ഞേക്കാം. അയ്യ, നിന്റെ പട്ടി വരും. നീ വിളിച്ചു പോവേ, കേൾക്കാൻ ഇവിടെ പരിസരത്താരും താമസമില്ലടി. എടാ കൊരങ്ങാ, മര്യാദയ്ക്ക് എന്നെ കെട്ടയക്ക്. എന്താ അത്ര കിളിക്കാൻ? എടി, നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ? ആരാടാ നീ? കളിക്കരുത്. എനിക്ക് ദേഷ്യം വന്ന ഒരൊറ്റ ചവിട്ടിനെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. ആഹാ, കുഞ്ഞുകുട്ടാ, നീ ഇവിടെ നോക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ആഹാ, എന്താ ഇത്? ഇതാണ് കെനി ട്രാപ്പ്. ഇവിടെ കോയി കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കല്ലന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക. രാത്രിയിൽ ഒലിച്ചു വരുന്ന കല്ലന്മാര് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടിയാ മതി, ആ നിമിഷം ട്രാപ്പിൽ വീഴും. ഹൗ ഇസ് മൈ ഐഡിയ? ഫാന്റാസ്റ്റിക്. പക്ഷെ അവിടെ തന്നെ ചവിട്ടണം. അങ്കിളുടെ ഒരു ഐഡിയ. താങ്ക് യു വെരി മച്ച്. രാമചന്ദ്രൻ ആ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഹേയ്, നല്ല കാര്യായി. അത് ഉടനെ ശരിയാവും. പിന്നെ എന്താ? എനിക്കിപ്പോ ബിസിനസിന്റെ ആവശ്യത്തിന് ഒരു ഫോൺ അത്യാവശ്യമാണ്. ഫോണില്ലാതെ ഒന്നും നടക്കുന്നുമില്ല. അതെ അതെ, അത്യാവശ്യമാണ്, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഫോണുള്ള ഒരു ഫ്ലാറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയാലോ? വെരി ഗുഡ് വെരി ഗുഡ്. മാറാനോ? അത് വേണ്ട, ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം. അതെ, മുകളിൽ പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫോൺ എടുത്ത് അവിടെ വെക്കാം. ഞങ്ങൾക്ക് അധികം ഫോൺ കോൾസ് വരാറില്ല. ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട. യു ക്യാൻ യൂസ് മൈ ഫോൺ. എന്താ? കുട്ടി ഭയപ്പെടുമൊന്നും വേണ്ട കേട്ടോ. അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ. കൊല്ലൊന്നുമില്ല. എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ അവൻ പേടിപ്പിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അവൻ ആള് വെറും പാവാ. എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? എന്താ? എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന്? ഓ അങ്ങനെ. അത് കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ. ഞങ്ങൾക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട്. വാടക കൊടുക്കണം, ചെട്ടിയാർക്ക് കൊടുക്കണം. താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ? തരും. എന്റെ ഒരുപാട് കാശുണ്ടായിരുന്നേ. കോവിലത്തുനിന്ന് വരുമ്പോ തോർത്ത് കെട്ടി. അച്ഛനെ അറിയാതെയല്ല, അച്ഛൻ തന്നെ തന്നതാണ്. അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്ത് 2-3 ആളുകൾ വന്ന് പിടിച്ചു പറിച്ചോണ്ട് പോയി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. താനിങ് വാ, അടുത്തേക്ക് വാ. എന്താ കുട്ടി? താനീ കെട്ടെന്ന് അഴിക്കോ? അത് വേണ്ട, രാമേന്ദ്രൻ എന്നെ കൊല്ലും. അഴിക്കടോ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അയ്യോ അയ്യോ, എന്താ ഈ കുട്ടി എന്റെ പറയാൻ പാടില്ല സ്ഥലത്ത് ചവിട്ടിയേ. നീ എന്തിനാണ് അവളുടെ അടുത്ത് പോയത്? എന്തിനാണ് അവനെ ചവിട്ടിയത്? വേണമെങ്കിൽ നിന്നെ ചവിട്ടും. നിന്റെ കാല് രണ്ടും വെട്ടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. തനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എടി, നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. 30 വരെ കൊന്നവനാ ഞാൻ. 31ാമത്തെ പെണ്ണായിരിക്കുന്ന എന്റെ ജാതകത്തില്. നീ പോടാ വെള്ള കുറഞ്ഞ. മിണ്ടായിരിക്കടി ഈനാമ്പേച്ചി. നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. നിന്റെ തന്ത കള്ളൻ MRCയെ ഞാനൊന്ന് വിളിച്ചോട്ടെ. അയാള് പോലീസിനെയും പത്രക്കാരെയൊക്കെ വിവരം അറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്കുക. തന്തയും മോൾ അനുഭവിക്കുന്നു. നോക്കിയോ. നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി. ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. നീ എന്നെ പേടിപ്പിക്ക. എന്റെ മോക്ക് വല്ലതും സംഭവിച്ചാൽ അങ്ങനെ വഴിക്ക് വാ. ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. 5 നയാ പൈസ ഞാൻ തരത്തില്ല റാസ്കൽ. മിസ്റ്റർ MRC, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന്. വെറുതെയാണ് മിസ്റ്റർ. ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളേറ്റവൾ പുളയുകയാണ്. വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടോളൂ. കരയടി. എനിക്ക് മനസ്സില്ല. എടീ, കരയാനാ പറഞ്ഞത്.
താനാരാ എന്നെ കരയിക്കാൻ? കരയാൻ പറഞ്ഞാലും പോടാ. കരച്ചില് കേട്ടില്ല അല്ലേ? കേൾക്കില്ല. കരയാൻ പോലും അശക്തിയായി കിടക്കുകയാണ് അവൾ. എടാ ടൈഗർ, നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ. സിറ്റി ടൈഗേഴ്സ് അത്ര മണ്ടന്മാരൊന്നുമല്ല. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും. എനിക്ക് എസ് ഓർണോ കിട്ടിയിരിക്കണം. തെണ്ടികള്. അവന്മാർക്ക് MRC ആരാന്ന് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. എന്തിന്? എനിക്ക് തിരിച്ചു പോണ്ടേ? നീ തിരിച്ചു പോകാൻ വരട്ടെ. ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. അവന്മാർ ആ പെൺകുട്ടിയെ താമസിയാതെ കൊല്ലും. എന്താ ഇത്ര ഉറപ്പ്? അതിനുമുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ? സ്റ്റെല്ല, എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പണത്തിന് വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ കാര്യമില്ല എന്ന് ഞാൻ പറയും. പണം കിട്ടില്ല എന്ന് ഉറപ്പാകുകയും പോലീസ് പിടിച്ചേക്കും സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും. നീ തൽക്കാലം ഇവിടെ തന്നെ നിക്ക്. ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ. എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല ഡിയർ, കുറച്ചു ദിവസം കഴിയട്ടെ. അത് കഴിഞ്ഞാൽ മറിയോ. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല, അതിനെന്ത് ഇൻസ്പെക്ടർ? എന്റെ മോള്. നോ 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 നോ. ആ കണ്ണുകൾ തുടയ്ക്കാം മാർസി. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പ് തരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അതോർക്കുമ്പോഴേ കൂടുതൽ വിഷമം. എന്താ, മകള് തിരിച്ചു വരുന്നുണ്ടോ? അതല്ല, അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇൻസ്പെക്ടർ. എന്താ ഇത് മാർസി? കൊച്ചുകുട്ടികളെ പോലെ പ്ലീസ്. സിറ്റി ടൈഗേഴ്സ് ആയിരിക്കും. അല്ല, അത് സെയിൽ ടാക്സി ഞാൻ എടുക്കാം. സിറ്റി ടൈഗേഴ്സ്. സെയിൽസ് ടാക്സ് അല്ല, സിറ്റി ടൈഗേഴ്സ് ആണ്. MRCയുടെ ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? MRC ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ. നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കയറോഫില? അങ്ങനെ പറഞ്ഞു? തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേട്ടതിൽ തെറ്റിയതായിരിക്കും. എന്ത് പുല്ലെങ്കിലും ആവട്ടെ. അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏക മകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിന് നന്ദി. MRC പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ. അയ്യോ, ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കൂ. MRC ആണ് പറയുന്നത്. ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്ര? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. പൂഞ്ഞാർ. സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കിക്കൊള്ളുക. അള്ളായുടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും. പണമെന്ന് പറഞ്ഞ 1.5 ലക്ഷം. ഈ മോളിലും താഴെ നോട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പേപ്പർ വെച്ചാ പോരെ? നോ 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 നോ. ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിനെ മിസ്റ്റർ MRCക്ക് അറിയില്ല. ദേ ആർ സയന്റിഫിക്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരത് കണ്ടുപിടിക്കും. പരീക്ഷണത്തിന് മെനക്കെടണ്ട. പണം റെഡിയായിക്കൊള്ളുക, ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട്. അയ്യോ, എന്റെ മോള്. കരയല്ലേ MRC, കരയല്ലേ? അല്ല, നാളെ രാവിലെ പിടികിട്ടുമല്ലേ? 3.5 തരം. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ. ഹലോ. സാമജിയാ? എന്താ വിശേഷം? അയാള് പണം തരാന്ന് പറഞ്ഞല്ലേ? ഇല്ലല്ലോ. കള്ളം പറയാതെ മോനെ, എനിക്കറിയാം. ശരി, പറഞ്ഞു. എന്താ കാര്യം? ആ ഫോൺ ചെയ്തത് MRC അല്ല, SI അബൂ ഹസനാ. പോലീസിന്റെ വലയിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ നാളെ പോകരുത്.
പോയാ നിങ്ങൾ അകത്താ. വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ അങ്ങ് തട്ടിയാര്. അയാളൊന്ന് പഠിക്കട്ടെ. ഇതെല്ലാം അത്ര വ്യക്തമായിട്ട് അറിയാം. നിങ്ങളാരാ? ദൈവോ? തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് ബുദ്ധി. സ്വാമിജി, ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റി ടൈഗേഴ്സിന് ആവശ്യമില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം ഞങ്ങൾ തീരുമാനിച്ചോളാം. വെക്കട്ടെ? ഇനി ഇങ്ങോട്ട് അധികം വിളിച്ച ബുദ്ധിമുട്ടൊന്നുമില്ല. ഹലോ ഹലോ. ഉം